അസ്സലാമു അലൈക്കും. ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മൾട്ടി ദാൽ ദോശ. സാധാരണയായി നമ്മൾ ദോശ തയ്യാറാക്കുന്നത് അരിയും ഉഴുന്നും വെച്ചാണ്. എന്നാൽ ഈ ദോശ തയ്യാറാക്കുന്നത് കുറച്ച് അരിയും കുറേയേറെ പരിപ്പും ചേർന്നതാണ്. ക്രിസ്പി ആയിട്ടുള്ള ഈ പരിപ്പ് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പച്ചരി, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്ന പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ചെറുപയർ 2 ടേബിൾ സ്പൂൺ, ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ, മസൂർ ദാൽ 2 ടേബിൾ സ്പൂൺ, തുവരപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് അരിയും. ഇത്രയും പരിപ്പുമാണ് ഞാനിവിടെ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ശേഷം ഇത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. രാവിലെ തയ്യാറാക്കാനാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 6 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ നല്ലപോലെ കഴുകി ഇതിന് മുകളിലായി വെള്ളം നിൽക്കുന്ന രീതിയിൽ ഓവർനൈറ്റാണ് ഞാനിവിടെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത്. രാവിലെ ആയപ്പോഴേക്കും പരിപ്പൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് 2 തവണകളായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യ ബാച്ച് അരച്ചെടുക്കുമ്പോൾ അരയാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്കായി മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ ബാച്ച് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായം, 3/4 ടീസ്പൂൺ ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് വീണ്ടും അരച്ചെടുത്തതിന് ശേഷം ആദ്യം ഒഴിച്ച ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാണ് കേട്ടോ ഇതിന്റെ പാകം. ഇത്രയും കട്ടി വേണം, ഇനി ലൂസായി പോകരുത്. ഈ മാവിനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കുന്നത് കൊണ്ട് ഇതൊരു തൽക്കാലം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് ഞാൻ ഇതിലേക്കായിട്ട് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 5 കാശ്മീരി മുളകാണ് ഞാനിവിടെ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്കായിട്ട് 4-5 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. പക്ഷെ പിന്നീട് ഇത് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്കായിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുത്താൽ, കടുക് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം കേട്ടോ. ഇനി അരച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് പാനിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ചെടുത്ത മിക്സി ജാറിന്റെ ഉള്ളിലേക്കായിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തിള വരുന്നതിന് മുമ്പായിട്ടൊന്ന് ഓഫ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി റെഡിയായി. ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കാം. ഇനി ദോശ തയ്യാറാക്കാം. അതിനായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുക. ദോശക്കല്ലിന്റെ ചൂടൊന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അതൊരു കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുടച്ചു മാറ്റുക. ശേഷം ദോശമാവ് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് സാവധാനം നല്ലപോലെ എത്രത്തോളം വട്ടത്തിലാവുന്നു അത്രത്തോളം വട്ടത്തിൽ ചുറ്റിയെടുക്കുക. ശേഷം ദോശമാവിന്റെ മുകൾ ഭാഗത്തിലായിട്ട് വെള്ളമയം പോയി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ നെയ്യ് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും എത്തേണ്ട രീതിയിൽ ആക്കി കൊടുക്കുക. നെയ്യ് ഒഴിച്ചുണ്ടാക്കുന്ന ദോശയ്ക്ക് അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ദോശയുടെ അരികുവശം കല്ലിൽ നിന്നും നല്ലപോലെ വിട്ടു വന്ന് ഈ ദോശ കോരി മാറ്റാൻ കേട്ടോ. അപ്പോഴേക്കും ദോശയുടെ പിൻഭാഗം നല്ലപോലെ മാറിയിട്ടുണ്ടാവും. ഇതാണ് ക്രിസ്പി ആയിട്ടുള്ള ദാൽ ദോശ. ഇനി ബാക്കി വരുന്നതും ആവശ്യാനുസരണം ചുട്ടെടുക്കാം. പക്ഷേങ്കിൽ ഇത് ചൂടോടെ കൂടി കഴിക്കുന്ന ടേസ്റ്റ് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ചട്നി ഉണ്ടല്ലോ, ഈ ദോശയിലേക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.